ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റിംഗ് എന്നുള്ള ചാപ്റ്ററിൽ എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗിൽ സൂപ്പർവിഷൻ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. ഇറ്റ് ഈസ് ആൻ ഇന്നർ ഫീലിംഗ് ഓർ ഡ്രൈവിംഗ് ഫോഴ്സ് വിത്തിൻ ഹ്യൂമൻ ബീയിങ്. നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ആ ഒരു പ്രേരക ശക്തി, അതാണ് നമ്മൾ മോട്ടിവേഷൻ. അതിനെ തൊട്ടുണർത്തുമ്പോഴാണ് നമുക്ക് ഏതൊരു വർക്കും അത് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുക എന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ പല സാഹചര്യങ്ങളിൽ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ അതിൽ ചർച്ച ചെയ്തിരുന്നു. ഈ മോട്ടിവേഷൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പറയാവുന്ന എന്ന് വെച്ചാൽ മാനേജ്മെന്റിന്റെ മനഃശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന പിതാവ്, മാനേജ്മെന്റ് മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വെച്ചാൽ ഫാദർ ഓഫ് മാനേജ്മെന്റ് സൈക്കോളജി ഈസ് കോൾഡ് അബ്രഹാം മാസ്ലോ, ആൻ എമിനന്റ് സൈക്കോളജിസ്റ്റ്. ഒരു സൈക്കോളജിസ്റ്റാണ്. അയാൾ ഹ്യൂമൻ നീഡ്സിനെ, മനുഷ്യന്റെ ആവശ്യങ്ങളെ തട്ടായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹൈറാർക്കി എന്നാ പറയാം. അത് ഓരോ ആവശ്യങ്ങളും ഏതാണ് ആദ്യം, അത് കഴിഞ്ഞാൽ ഏത് എന്നുള്ള രൂപത്തിൽ ഒരു ഹൈറാർക്കിയൽ ഓർഡറിലാക്കിയിട്ട് അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നീഡ് ഹൈറാർക്കി എന്ന് പറയുന്നത്. ആ നീഡ് ഹൈറാർക്കി തിയറിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ നീഡ് ഹൈറാർക്കി തിയറി, മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, നിങ്ങൾക്ക് അവിടെ ആ ഹൈറാർക്കി തിയറിനെ അവിടെ ചിത്രം വരച്ച് കാണിക്കുന്നുണ്ട്. നോക്കൂ, അതിൽ ഏറ്റവും താഴെ ഉള്ളത് ഫിസിയോളജിക്കൽ നീഡ്. മനുഷ്യന്റെ ഏറ്റവും താഴ്ത്തട്ടിലുള്ള നീഡാണ് അദ്ദേഹം ഫിസിയോളജിക്കൽ നീഡ് എന്ന് ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തി പിന്നെ പോകുന്നത് അടുത്ത നീഡായിട്ടുള്ള സേഫ്റ്റി നീഡിലേക്കാണ്. സേഫ്റ്റി നീഡ് കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ, വിച്ച് ഈസ് കോൾഡ് ബിലോങ്ങിങ് നീഡ്. സോഷ്യൽ നീഡ് അല്ലെങ്കിൽ ബിലോങ്ങിങ് രണ്ടും ഒന്ന് തന്നെയാണ്. ആ സോഷ്യൽ നീഡും അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ അടുത്ത നീഡായിട്ടുള്ള എസ്റ്റീം നീഡിലേക്ക് വരും. അതും കഴിയുമ്പോൾ ലാസ്റ്റ് ഹ്യൂമൻ നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നീഡിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കാറുള്ള പദങ്ങളാണ് നീഡ്, വാണ്ട്, ഡിമാൻഡ് എന്ന് തുടങ്ങിയ വാക്കുകൾ. അപ്പൊ എന്താണ് നീഡ്, എന്താണ് വാണ്ട്, എന്താണ് ഡിമാൻഡ് എന്നൊന്ന് ഞാൻ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെന്ന് ആ വാക്കുകളുടെ അർത്ഥം ഇപ്പൊ എല്ലാവരും ചോദിച്ചാൽ നീഡ് ആവശ്യം, വാണ്ട് ആവശ്യം, ഡിമാൻഡ് ആവശ്യം, അങ്ങനെ തന്നെയാണ് മൂന്നിനും മലയാളത്തിൽ അർത്ഥമാക്കുക എങ്കിൽ അതിന്റെ അന്തർസത്തയ്ക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എന്താണ് നീഡ്? നീഡ് എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ തിങ്സ് വിത്തൗട്ട് വിച്ച് ഹ്യൂമൻ ബീയിങ് കാണ്ട് സർവൈവ്. മനുഷ്യന് അതില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള വസ്തുക്കളോടുള്ള നമ്മുടെ ആവശ്യത്തെയാണ് നീഡ് എന്ന് പറയാം. നീഡ് ഫോർ ഫുഡ്, എയർ, വാട്ടർ എക്സെട്ര. ഭക്ഷണം, വെള്ളം, വായു, ഇതിനോടൊക്കെയുള്ള നമ്മുടെ ആവശ്യത്തെയാണ് നീഡ് എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഹ്യൂമൻ ബീയിങ്സ് ആർ ലിമിറ്റഡ് നീഡ്. നമ്മുടെ നീഡ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഇനി അടുത്ത പദം നമ്മൾ പഠിക്കുന്നത് വാണ്ടാണ്. ഈ വാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസയർ ഫോർ എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്, ഒരു പ്രത്യേക വസ്തുവിനോടുള്ള നമ്മുടെ ആവശ്യത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് വാണ്ട് എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സ് ആർ അൺലിമിറ്റഡ് വാണ്ട്സ്. മനുഷ്യന് വാണ്ട് അൺലിമിറ്റഡ് ആണ്. ഒന്ന് കിട്ടിക്കഴിയുമ്പോൾ അടുത്തത് കിട്ടിക്കഴിയുമ്പോൾ അടുത്തത്, അങ്ങനെ വാണ്ടുകൾ കൂടിക്കൊണ്ടേയിരിക്കും. ഡിമാൻഡ് എന്ന് പറയുമ്പോൾ when a want backed by buying power or purchasing power, we can say it is demand. നമ്മുടെ ഒരു ആവശ്യത്തെ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ വാണ്ട് എന്തായിട്ട് മാറും? ഡിമാൻഡായിട്ട് മാറും. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്ലേ ടൈമില്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ടൈമില് ഗ്രൗണ്ടിൽ ഇറങ്ങി ഫുട്ബോൾ കളിക്കാറുണ്ട്. 1 മണിക്കൂർ നിങ്ങൾ നിർത്താതെ ഫുട്ബോൾ കളിച്ച് ഗ്രൗണ്ടിൽ നിന്ന് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുണ്ടാവുന്ന ഒരു നീഡാണ് വെള്ളം കുടിക്കണം എന്നുള്ളത്. കാരണം നിങ്ങൾ ദാഹിച്ചു വലഞ്ഞിട്ടായിരിക്കും കളത്തിൽ നിന്ന് പുറത്തു വരാം. ആ ദാഹിച്ചു വലഞ്ഞ ഒരു കുട്ടിക്ക് അവിടെ നീഡ് എന്ന് പറയുന്നത് വെള്ളമാണ്. അവനത് കിട്ടിയേ തീരൂ. ആ വെള്ളം ആവശ്യമുള്ള ഒരു കുട്ടി ആ സമയത്ത് ആഗ്രഹിക്കുകയാണ്, എനിക്കിപ്പോൾ ഒരു പെപ്സി കുടിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ
വെള്ളമാണ് അവന്റെ നീഡ്. പക്ഷെ പെപ്സി വേണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് അവന്റെ വാണ്ടാണ്. ആ പെപ്സി വാങ്ങാനുള്ള പണം അവന്റെ കയ്യിലുണ്ടെങ്കിൽ അവന് കടയിൽ ചെന്നിട്ട് ഡിമാൻഡ് ചെയ്യാം, എനിക്കൊരു പെപ്സി തരൂ. അപ്പൊ ആ വാണ്ട എന്തായി മാറി? ഡിമാൻഡായിട്ട് മാറി. ഇതാണ് 3 ടേമുകളുടെ വ്യത്യാസം. അപ്പൊ ഇതൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ നീഡ് ഹൈറാർക്കി തിയറിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. അപ്പോ ഇനി നമുക്ക് ഈ അബ്രഹാം മാസ്ലോയെ കുറിച്ചും ഈ തിയറിയെ കുറിച്ചും ഒന്ന് പറയാം. നോക്കൂ, മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഈസ് കൺസിഡേർഡ് ഫണ്ടമെന്റൽ ടു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മോട്ടിവേഷൻ. ഈ മാസ്ലോവിന്റെ നീഡ് ഹൈറാർക്കി തിയറിയാണ് പറയുന്നത് ഈ മോട്ടിവേഷൻ തിയറി മനസ്സിലാക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തിയറി അല്ലെങ്കിൽ ഒരു കാര്യം. ഈ തിയറി മോട്ടിവേഷനെ മനസ്സിലാക്കാനുള്ള അടിസ്ഥാനമാണ്. Abraham Maslow, a well-known psychologist, in a classic paper published in 1943, outlined the element of an overall theory of motivation. ഈ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട തിയറി ഈ എബ്രഹാം മാസ്ലോ എമിനന്റ് സൈക്കോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞു. 1943 അയാളത് പബ്ലിഷ് ചെയ്യുന്നത്. ഹിസ് തിയറി വാസ് ബേസ്ഡ് ഓൺ ഹ്യൂമൻ നീഡ്സ്. അയാളുടെ തിയറി എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? ഹ്യൂമൻ നീഡ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. He felt that within every human being there exists a hierarchy of 5 needs. അയാൾ പറയുന്നത് ഓരോ മനുഷ്യരിൽ എന്തുണ്ട്? ഈ പറയുന്ന 5 ആവശ്യങ്ങളുടെ തലങ്ങളുണ്ട്. ഏതൊക്കെയാണ് 5 ആവശ്യങ്ങൾ എന്ന് ഞാൻ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് പറഞ്ഞു. ഏതൊക്കെയാണ്? ബേസിക് ഫിസിയോളജിക്കൽ നീഡ്, അത് കഴിഞ്ഞാൽ സേഫ്റ്റി നീഡ്, അത് കഴിഞ്ഞാൽ സോഷ്യൽ നീഡ്, അത് കഴിഞ്ഞാൽ എസ്റ്റീം നീഡ്, അതും കഴിഞ്ഞാൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇനി ഓരോന്നിലേക്കും പോകുന്നതിന് മുന്നേ ഞാൻ ഒരു വ്യക്തിയുടെ, നമ്മൾ മാനേജ്മെന്റ് തലത്തിലേക്ക് ഇനി അത് ചർച്ച ചെയ്യും, ഒരു വ്യക്തിയുടെ ഈ നീഡിന്റെ ഈ ഹൈറാർക്കി ഞാനൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. ഒരു ജനിച്ചു വീഴുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിന്റെയും ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് അതാണ് ഫിസിയോളജിക്കൽ നീഡ്. നീഡ് ഫോർ ഫുഡ്, നീഡ് ഫോർ വാട്ടർ, നീഡ് ഫോർ എയർ, നീഡ് ഫോർ എന്താ പറയാ, ഷെൽട്ടർ. ഇത്രയും ആണ്. ഏതൊരു വ്യക്തി ആദ്യം ചിന്തിക്കുക എന്താണ്? ഭക്ഷണം, വെള്ളം. ആദ്യം വായു, പിന്നെ വെള്ളം, പിന്നെ ഭക്ഷണം. വായു കിട്ടി വിശപ്പ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ദാഹം വരുമ്പോൾ വെള്ളം, വിശപ്പ് തോന്നുമ്പോൾ ഭക്ഷണം. ഇതാണ് നമ്മുടെ പ്രാഥമികമായ ആവശ്യം. ഈ ആവശ്യങ്ങൾ ഓരോന്ന് കഴിയുമ്പോഴേ പിന്നെ ഷെൽട്ടറിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ, ഒരു വീടിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. കാരണം നമ്മുടെ സമൂഹത്തിൽ വീടില്ലാത്ത എത്രയോ പേരുണ്ട്. കാരണം അവർ ഏത് നീഡിൽ കുടുങ്ങിക്കിടക്കാണ് ഇപ്പോഴും? ആ പ്രാഥമികമായ വെള്ളവും ഭക്ഷണവും അതന്നെ അവർക്ക് കിട്ടാനില്ല. അതുകൊണ്ടാണ് അവർ അലഞ്ഞു നടക്കുന്നത്. അത് കിട്ടിക്കഴിയുമ്പോഴേ, അത് തടസ്സമില്ലാതെ കിട്ടുമ്പോഴേ ഒരു വീടിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ വീടും വെള്ളവും ഭക്ഷണവും എല്ലാം ആയി കഴിയുമ്പോഴാണ് നമ്മൾ പിന്നെ എന്തിനെ കുറിച്ച് ചിന്തിക്കുക? സേഫ്റ്റിയെ കുറിച്ച് ചിന്തിക്കുക. ഇതെല്ലാം ആയി കഴിയുമ്പോൾ നമ്മൾക്ക് സുരക്ഷിതത്വം വേണം. നമുക്ക് എന്താ പറയാ, കൃത്യമായ ഒരു റെഗുലർ ഇൻകം വേണം. ഹസാർഡ്സിൽ നിന്ന്, നമ്മുടെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഇൻഷുറൻസ് പോളിസി കവറേജ് വേണം. സേഫായിട്ട് കിടന്നുറങ്ങാൻ ഒരു വീടും, എന്ന് വെച്ചാൽ സുരക്ഷിതം, അതും ഒന്ന് വേണമെങ്കിൽ നമുക്ക് ആ സേഫ്റ്റി നീഡിലേക്ക് മാറ്റാം. പക്ഷെ ഫിസിയോളജിക്കൽ നീഡിലാണ് ഷെൽട്ടർ വരുന്നത്. പക്ഷെ ആ ഷെൽട്ടറിനെ ഞാൻ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും നല്ലൊരു വീട് വെക്കണം, എല്ലാ അപകടങ്ങളിൽ നിന്നും തരണം ചെയ്യുന്ന ഒരു വീട് വേണം എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ നമുക്ക് സേഫ്റ്റി നീഡിലേക്ക് മാറ്റാം. അപ്പൊ ഇതെല്ലാം ഈ പറയുന്നതും കൂടി സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു വ്യക്തിക്ക് മൂന്നാമത്തെ നീഡ് ഉണ്ടാകുന്നത്, സോഷ്യൽ നീഡ്. സോഷ്യൽ നീഡ് എന്ന് പറയുമ്പോൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുള്ള ഒരു ആവശ്യം. അപ്പോൾ എനിക്ക് സ്നേഹിക്കാൻ കുറെ ആളുകളുണ്ട്, എന്നെ സ്നേഹിക്കാൻ കുറെ ആളുകളുണ്ട്. അതും ആയി കഴിയുമ്പോഴേ അടുത്ത നീഡിലേക്ക് പോകുള്ളൂ, എസ്റ്റീം നീഡ്. എസ്റ്റീം നീഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെയും കൂടി കുറച്ചും കൂടി ഉയർന്നതാണ്. ബഹുമാനിക്കപ്പെടണം, സെൽഫ് റെസ്പെക്ട്. എന്നെ എല്ലാവരും എന്ത് ചെയ്യണം? ബഹുമാനിക്കണം, ഒരു ഡിഗ്നിറ്റി. ആ ആവശ്യത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? എസ്റ്റീം നീഡ് എന്ന് പറയാം. ഈ ബഹുമാനത ധാരാളം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ. ഒരു വ്യക്തിയുടെ അയാൾ ആഗ്രഹിക്കുന്ന ആ പരമോന്നതിയിലേക്ക് എത്തുക എന്നുള്ളതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. പക്ഷേ ഈ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എല്ലാവർക്കും എത്താൻ കഴിയാറില്ല. വളരെ ചുരുക്കം പേർക്ക് സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഇനി നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ആലോചിച്ചപ്പോ, നിങ്ങൾ വിദ്യാർത്ഥികൾ ഓരോരുത്തർക്കും ഇപ്പൊ എന്തുണ്ട്? വായു കിട്ടാനുണ്ട്, വെള്ളം കുടിക്കാനുണ്ട്, ഭക്ഷണമുണ്ട്, ഷെൽട്ടറും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഫിസിയോളജിക്കൽ നീഡ് അവിടെ കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഇപ്പൊ സേഫാണ്, നിങ്ങളെ സംരക്ഷിക്കാൻ അച്ഛനമ്മമാരുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി ഇൻഷുറൻസ് പോളിസികളുണ്ട്, നിങ്ങൾക്ക് അച്ഛനമ്മമാരുള്ളത് കൊണ്ട് തന്നെ അവർക്ക് റെഗുലർ ഇൻകം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ സേഫാണ്.
അപ്പൊ അതും കഴിഞ്ഞു. നിങ്ങൾ രണ്ടാമത്തെ സ്റ്റേജിൽ നിങ്ങൾ ഓവർകം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മൂന്നാമത്തെ സ്റ്റേജിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇപ്പൊ എന്താണ്? നിങ്ങളുടെ നീഡ് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുള്ള ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ എന്തൊരു പ്രവർത്തനത്തിന്റെ പിന്നിലും അതായിരിക്കും നിലകൊള്ളുന്നുണ്ടാവുക. എന്നെ സ്നേഹിക്കണം, എനിക്കും സ്നേഹിക്കണം. നിങ്ങളിപ്പോൾ ആ തലത്തിലാണുള്ളത്. എന്നാൽ ഒരു ടീച്ചർ ഞാനൊക്കെ ഇപ്പോൾ ഏത് സ്റ്റേജിൽ നിൽക്കുന്ന വെച്ചാൽ ഈ സോഷ്യൽ നീഡും കഴിഞ്ഞു. കാരണം എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്, എനിക്ക് സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്. അപ്പൊ ആ മൂന്നാമത്തെ സ്റ്റേജും കഴിഞ്ഞ് നാലാമത്തെ നീഡിലാണ് ഞാൻ നിൽക്കുന്നത്. നാലാമത്തെ നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ എനിക്കിപ്പം ഇനി എന്താവാൻ ആവശ്യം? എന്നെ കുറച്ച് പേരൊക്കെ ഒന്ന് ബഹുമാനിക്കണം, ആ ആവശ്യമാണ്. അപ്പൊ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ഇപ്പൊ നാലാമത്തെ സ്റ്റേജിൽ നിന്നുകൊണ്ടുള്ള ഓഫറിങ്സ് മാത്രമേ എന്നെ മോട്ടിവേറ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ ഏതെങ്കിലും ഒരു പൊസിഷൻ, നല്ലൊരു ഡിഗ്നിറ്റി ഉള്ള ഒരു പൊസിഷൻ എനിക്ക് തരാന്ന് പറഞ്ഞാൽ അതെനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. കാരണം ബാക്കിയുള്ള എല്ലാ നീഡും എനിക്ക് എന്താണ്? അപ്പൊ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എസ്റ്റീം നീഡിലാണെന്നാണ് പറഞ്ഞ് മനസ്സിലാക്കിയത്. അപ്പൊ ഈ തലത്തിൽ ഓരോ ഹ്യൂമൻ ബീയിങ്ങിന്റെയും ആവശ്യങ്ങളെ ഇങ്ങനെ ഓർഡർ ആക്കി അറേഞ്ച് ചെയ്തതിനെയാണെന്ന് പറയുന്നത് നീഡ് ഹൈറാർക്കി എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ മോട്ടിവേഷൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഭക്ഷണം കിട്ടാത്തൊരു വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്യുക എങ്ങനെയാണ്? ഭക്ഷണം പ്രോമിസ് ചെയ്തുകൊണ്ടാണ്. ഭക്ഷണവും വെള്ളവും പാർപ്പിടമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മോട്ടിവേഷൻ നൽകുന്നത് സേഫ്റ്റി ആയിരിക്കും. ഒരു പെർമനന്റ് ജോബ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾ മോട്ടിവേറ്റഡ് ആയിട്ട് മാറും. അതെല്ലാം ആയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്തായിരിക്കും വേണ്ടത്? സ്നേഹം. അപ്പൊ സ്നേഹം കൊടുക്കാം എന്ന് പറഞ്ഞാൽ അയാൾ മോട്ടിവേറ്റഡ് ആയിരിക്കും. ആ സ്നേഹവും ഇതെല്ലാം കിട്ടിയ ഒരു വ്യക്തിക്ക് പിന്നെ എന്ത് കിട്ടിയാലേ മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ? ഈ പറയുന്ന റെക്കഗ്നിഷനും ഹൈ പൊസിഷനും റെപ്യൂട്ടേഷനും ഇതൊക്കെ കൊടുത്താലേ പിന്നീട് അയാൾ മോട്ടിവേറ്റഡ് ആവുള്ളൂ. അങ്ങനെ ഈ ഓരോ വ്യക്തിയെയും മോട്ടിവേറ്റ് ആക്കുന്ന ഓരോ സ്റ്റേജുകളാണ് നമ്മൾ ഈ അബ്രഹാം മാസ്ലോ എന്ത് ചെയ്തിരിക്കുന്നത്? ഹൈറാർക്കി ആയിട്ട് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. ഇതിനി എങ്ങനെയാണ് മോട്ടിവേഷൻ ഘടകമാവുക എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ അതിനു മുന്നേ ഓരോ നീഡുകൾ, ഓരോ തലത്തിലുള്ള നീഡുകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അപ്പൊ എല്ലാം ഞാനൊന്ന് ഓവറോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഓരോ നീഡുകളായിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയിലെ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഏറ്റവും താഴത്തെ നീഡ് എന്ന് പറയുന്നത് ബേസിക് ഓർ ഫിസിയോളജിക്കൽ നീഡാണ്. These needs are most basic in hierarchy and correspond to primary needs. Hunger, thirst, shelter, sleep and sex are some examples of these needs. In the organizational context, basic salary helps to satisfy this need. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ദാഹവും വിശപ്പും പിന്നെ ഷെൽട്ടർ, സ്ലീപ്പ്, സെക്സ് ഇതൊക്കെയാണ് ഫിസിയോളജിക്കൽ നീഡ് എങ്കിൽ ഒരു ഓർഗനൈസേഷൻ കോണ്ടെക്സ്റ്റില് ഒരു വ്യക്തിയുടെ ബേസിക് നീഡ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക് സാലറിയാണ്. അപ്പോ ഈ നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്താലേ ഒരു വ്യക്തിക്ക് അടുത്ത നീഡിലേക്ക് വരുള്ളൂ. ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്തിടത്തോളം കാലം ആ വ്യക്തിയുടെ ആവശ്യങ്ങൾ ഇത് മാത്രമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് നേടിയെടുക്കുമ്പോൾ അടുത്തൊരു ആവശ്യം അയാൾക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡാണ്. നീഡ് ഫോർ ഫുഡ്, വാട്ടർ, എയർ, സെക്സ്, ഷെൽട്ടർ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ബേസിക് നീഡ്സ് ഹ്യൂമൻ ബീങ്സിൽ. അതൊരു ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റിൽ എത്തുമ്പോൾ ബേസിക് സാലറിയാണ് എന്തെന്ന് പറയുന്നത്? ഈ ഫിസിയോളജിക്കൽ നീഡിലേക്ക് വരുന്നത്. അപ്പൊ ഒന്നാമത്തെ നീഡ് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ തവണ പറഞ്ഞു തന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ നീഡ് സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്. അപ്പൊ നമുക്ക് ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും വെള്ളവും ഇതൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? നമ്മുടെ സുരക്ഷിതത്വത്തെ കുറിച്ചാണ്. ഇവിടെ നോക്കൂ, ദീസ് നീഡ്സ് പ്രൊവൈഡ് സെക്യൂരിറ്റി ആൻഡ് പ്രൊമോഷൻ ഫ്രം ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഹാം. ഫോർ എക്സാമ്പിൾ ജോബ് സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം, പെൻഷൻ പ്ലാൻ എക്സെട്ര. നോക്കൂ, ഈ ബേസിക് നീഡ് ഫിസിയോളജിക്കൽ നീഡ് അക്കംപ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ, സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോൾ സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഹാം, നമുക്ക് ശാരീരികവും മാനസികമായ ത്രട്ടനുകളിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ അപകടങ്ങളിൽ നിന്ന് നമ്മളെ തരണം ചെയ്യുന്ന ആവശ്യമായിരിക്കും നമുക്ക് വരിക. നമുക്ക് എന്തുണ്ടാവരുത്? നമ്മൾ ശാരീരികമായി നമുക്ക് അപകടങ്ങളൊന്നും പറ്റരുത്, മാനസികമായും പറ്റരുത്. അതിനൊക്കെ എന്ത് വേണം? ജോബ് സെക്യൂരിറ്റി വേണം, സ്റ്റെബിലിറ്റി, സ്ഥിരമായ ഒരു ഇൻകം വേണം, വയസ്സാം കാലത്ത് നമുക്കൊരു പെൻഷൻ കിട്ടുന്ന ഒരു പ്ലാൻ വേണം. ഇതൊക്കെയാണ് ഏതെന്ന് പറയുന്നത്? സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ് എന്നുള്ള നീഡിൽ വരുന്നത്. അതും നേടിക്കഴിയുമ്പോഴാണ് മൂന്നാമത്തെ അഫിലിയേഷൻ, സോഷ്യൽ ബിലോങ്ങിങ് നീഡ്. ഇതിന് മൂന്നാമത്തെ നീഡിന് 3 പേരില്ല. അഫിലിയേഷൻ നീഡ് എന്ന് പറയാം, സോഷ്യൽ നീഡ് എന്ന് പറയാം, ബിലോങ്ങിങ് നീഡ് എന്ന് പറയാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ് നീഡ് ഫോർ ലവ്. ഇവിടെയാണ് നമുക്ക് സ്നേഹം കിട്ടണം, അഫെക്ഷൻ,
സോഷ്യൽ നീഡ്, അത് വ്യക്തികൾ കൂട്ടത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. നോക്കൂ, ദീസ് നീഡ്സ് റെഫർ ടു അഫെക്ഷൻ, സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, ആക്സെപ്റ്റൻസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. സൗഹൃദം വേണം, സുഹൃത്തുക്കളുടെ അംഗീകാരം വേണം, ഒരുമിച്ച് സൊസൈറ്റി സോഷ്യൽ ഒരുമിച്ച് കൂടി ജീവിക്കണം എന്നൊക്കെയുള്ള ആവശ്യം. സ്നേഹം, ചുരുക്കി പറഞ്ഞാൽ സ്നേഹിക്കണം, സ്നേഹിക്കപ്പെടണം എന്നുള്ള നീഡാണ് ഏതെന്ന് പറയുന്നത് ഈ സോഷ്യൽ നീഡായിട്ടുള്ള മൂന്നാമത്തെ നീഡ് പറയുന്നത്. ഇനി നാലാമത്തെ നീഡ് ഏതാന്ന് നോക്കാം. Esteem need. These include factors such as self-respect, autonomy, status, recognition and attention. ബഹുമാനിക്കണം, ബഹുമാനിക്കപ്പെടണം എന്നുള്ള ആ തോന്നൽ. അവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു ടീച്ചറോട് ഒരു കുട്ടി അപമര്യാദയായി പെരുമാറിയാൽ ആ ടീച്ചറെ ആ ബഹുമാനിക്കണം എന്നുള്ള തോന്നലിനെയാണ് മുറിപ്പെടുത്തുന്നത്. അതായത് വല്ലാതെ എന്ത് ചെയ്യും, ഹേർട്ട് ചെയ്യും. അതേസമയം മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുമ്പോൾ അത് അയാളെ വല്ലാതെ സന്തോഷിപ്പിക്കും. കാരണം അയാളുടെ നീഡ് എന്താണ്, ആ എസ്റ്റീം നീഡിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നോക്കൂ, ദീസ് ഇൻക്ലൂഡ് ഫാക്ടേഴ്സ് സച്ച് ആസ് സെൽഫ് റെസ്പെക്ട്, നമുക്ക് സ്വയം ബഹുമാനം തോന്നുന്ന ഒരു അവസ്ഥ. ഓട്ടോണമി സ്റ്റാറ്റസ്, നമുക്ക് സ്വയം പര്യാപ്തത ഉണ്ടാകുന്ന ഒരു സ്റ്റാറ്റസ്. റെക്കഗ്നിഷൻ, മറ്റുള്ളവരുടെ അംഗീകാരം. അറ്റൻഷൻ, ശ്രദ്ധ. ഇതൊക്കെ ആഗ്രഹിക്കുന്ന സ്റ്റേജാണ് ഇതെന്ന് പറയുന്നത് എസ്റ്റീം നീഡ് എന്ന് പറയുന്നത്. ഇതും നേടി കഴിയുമ്പോൾ അവസാനം വരുന്നതാണ് ഏതെന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇറ്റ് ഈസ് ദി ഹൈയസ്റ്റ് ലെവൽ ഓഫ് നീഡ് ഇൻ ദി ഹയറാർക്കി. ഇറ്റ് റെഫേഴ്സ് ടു ദി ഡ്രൈവ് ടു ബിക്കം വാട്ട് വൺ ഈസ് കേപ്പബിൾ ഓഫ് becoming. These needs include growth, self-fulfillment and achievement of goals. ഇത് ഏറ്റവും ലാസ്റ്റ് നീഡാണ്. ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ല, എത്തിപ്പെടുന്ന ആളുകളുടെ എണ്ണം വളരെ ചുരുക്കമാണ്. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ ഇപ്പൊ എന്താണ് പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഒരു ട്രക്കിംഗ് അല്ലെങ്കിൽ മലകയറ്റൊക്കെ സാഹസികതയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തികള് നാട്ടിലുള്ള മലകളും കുന്നുകളൊക്കെ അയാൾ സാഹസികമായി കയറി കഴിഞ്ഞാൽ അയാളുടെ ഏറ്റവും ആംബിഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഒന്ന് കീഴടക്കണം എന്നുള്ളതായിരിക്കും. അത് അയാൾ നേടിയാൽ അത് അയാളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. അതേപോലെ പിന്നെ ഒരു സന്യാസി അല്ലെങ്കിൽ സന്യാസത്തിലേക്ക് തിരിഞ്ഞൊരു വ്യക്തി, അയാളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്തായിരിക്കും വെച്ചാൽ അറ്റൈൻമെന്റ് ഓഫ് നിർവാണ, ദൈവത്തിലേക്കുള്ള ആ ഒരു സാക്ഷാത്കാരം, അല്ലെങ്കിൽ ദൈവത്തെ അറിയുക, അല്ലെങ്കിൽ അയാളെ സ്വയം തിരിച്ചറിയുക എന്നുള്ള ഒരു സെൽഫ് റിയലൈസേഷൻ ആയിരിക്കാം അയാളുടെ എന്തെന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അപ്പൊ അതിലേക്ക് എത്തിപ്പെടാൻ ഓരോരുത്തരും, ഇപ്പൊ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അവസാനം നേടേണ്ട ഒന്ന് എന്ത്, അത് നീഡിന്റെ അവസാനത്തെ നിങ്ങൾക്ക് ഇപ്പൊ തിരിച്ചറിയാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ മൂന്നാമത്തെ സ്റ്റേജിലാണ്. ഓരോ സ്റ്റേജും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു വരുമ്പോഴേ നമ്മൾ അടുത്ത നീഡ് ചെയ്ത് നമുക്ക് നിർണ്ണയിക്കാൻ പോലും കഴിയൂ എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് മനസ്സിലായല്ലോ. ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ നേടാൻ കഴിയുന്നതിന്റെ മാക്സിമത്തിനെയാണ് എന്തെന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും 5 ഇങ്ങനെ മനുഷ്യന്റെ നീഡുകളെ ഇങ്ങനെ ഹയറാർക്കിയൽ ഓർഡർ ആക്കി അറേഞ്ച് ചെയ്ത ഈ തിയറിക്കാണ് മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി എന്ന് പറയുന്നത്. ഇനി പക്ഷെ ഇവിടെ തിയറി പറഞ്ഞിട്ടില്ല കേട്ടോ, നീഡ് ഹയറാർക്കി മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് എങ്ങനെയാണ് മോട്ടിവേഷൻ ആയി മാറുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഈ നീഡ് ഹയറാർക്കി ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, പല തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളത് ശ്രദ്ധിച്ച് പഠിക്കാം. നോക്കൂ, മാസ്ലോസ് നീഡ് ഹയറാർക്കി: ഫിസിയോളജിക്കൽ, സേഫ്റ്റി, സോഷ്യൽ ഓർ ബിലോങ്ങിങ്, എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. ഇനി ഈ തിയറിയുടെ കൺക്ലൂഷൻ എന്താണെന്നാണ് ഇനി പറയുന്നത്. ഈ അസംഷൻസ് ഓഫ് മാസ്ലോസ് തിയറി, ഇതാണ് പരീക്ഷയ്ക്ക് ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിന്റെ അസംഷൻ നിങ്ങളോട് പറയാം. അപ്പൊ നോക്കൂ, എന്താണ് അസംഷൻ പറയുന്നത്. ഇതില് ഒന്ന്, പീപ്പിൾസ് ബിഹേവിയർ ഈസ് ബേസ്ഡ് ഓൺ ദെയർ നീഡ്. സാറ്റിസ്ഫാക്ഷൻ ഓഫ് സച്ച് നീഡ് ഇൻഫ്ലുവൻസ് ദെയർ ബിഹേവിയർ. പീപ്പിൾസ് ബിഹേവിയർ, ഓരോ വ്യക്തിയുടെയും സ്വഭാവം അവരുടെ ആവശ്യങ്ങളിൽ എന്താണ് കണക്റ്റഡ് ആണ്. ആ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങൾ അദ്ദേഹത്തിന്റെ സ്വഭാവ രൂപീകരണത്തിൽ ഒരു ഘടകമായി മാറിയിട്ടുണ്ടായിരിക്കും. കാരണം ആ ആവശ്യ പൂർത്തീകരണത്തിനായിരിക്കും പിന്നെ അയാളുടെ പ്രയത്നങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രയത്നങ്ങൾ അയാളുടെ സ്വഭാവം രൂപീകരിക്കുന്നുണ്ടായിരിക്കും. നോക്കൂ, സാറ്റിസ്ഫാക്ഷൻ ഓഫ് സച്ച് നീഡ് ഇൻഫ്ലുവൻസ് ദെയർ ബിഹേവിയർ. ഓരോ നീഡും സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അത് അവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നുണ്ടായിരിക്കും. ഇനി അതൊന്നാമത്തെ ഘടകം, ഓരോ വ്യക്തിയുടെ സ്വഭാവം അദ്ദേഹത്തിന്റെ നീഡ്സിനനുസരിച്ചാണ്. ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി people's needs are in hierarchical order, starting from basic needs to higher level need.
ഈ മനുഷ്യന്റെ നീഡുകളെ എന്ത് ചെയ്യാം? ഈ ഹയറാർക്കിൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ബേസിക് നീഡിനെ ഏറ്റവും താഴെയും അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ നീഡ് ഉയർന്നു വരുന്നതിനനുസരിച്ച് ഈ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് രണ്ടാമത്തെ അസംഷൻ. 3. A satisfied need can no longer motivate a person. Only next higher level need can motivate him. ഒരു സാറ്റിസ്ഫൈഡ് നീഡ് ഒരിക്കലും ഒരു വ്യക്തിക്ക് വീണ്ടും ഒരു മോട്ടിവേഷൻ ഫാക്ടർ ആയിട്ട് നിൽക്കില്ല. ഒരു അൺസാറ്റിസ്ഫൈഡ് നീഡ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഒരു വ്യക്തിക്ക് ഒരു മോട്ടിവേഷൻ ഘടകമായിട്ട് മാറുന്നത്. A person move to the next higher level of the hierarchy only when the lower level need is satisfied. ആ ലോവർ ലെവൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത ഒരു വ്യക്തി മാത്രമേ അടുത്ത ഹയർ ലെവൽ നീഡിലേക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? മൂവ് ചെയ്യുന്നുള്ളൂ. ഇത്രയും അസംഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ മോട്ടിവേഷൻ തിയറി എന്ത് ചെയ്യുന്നത്? ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അതിലെ മൂന്നാമത്തെ പോയിന്റ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മൂന്നാമത്തെ പോയിന്റ്, ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പാസ്സായാൽ അല്ലെങ്കിൽ ഫുൾ A+ നേടിയാൽ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയാ ഒരു വിത്ത് ഗിയർ ഉള്ള ഒരു റൈഡിങ്ങിന് പറ്റിയ സൈക്കിൾ വാങ്ങിത്തരാമെന്ന് അച്ഛൻ പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ വല്ലാതെ സ്വാധീനിക്കും. കാരണം ആ പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ ഒരു ആവശ്യമാണ് അത്തരത്തിലുള്ള ഒരു സൈക്കിള്. അപ്പൊ അത് പ്രോമിസ് ചെയ്യുമ്പോൾ അത് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങൾ പഠിക്കും. നിങ്ങൾ മോട്ടിവേറ്റഡ് ആവും. അവിടെ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് നിങ്ങൾ ആ A+ നേടും. കാരണം അത് നേടിയാലേ നിങ്ങൾക്ക് എന്ത് കിട്ടൂ? നിങ്ങളുടെ ഒരു അൺസാറ്റിസ്ഫൈഡ് നീഡായിട്ടുള്ള റൈഡിങ് സൈക്കിൾ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ പാസ്സാവുന്നു, ഫുൾ A+ കിട്ടുന്നു, അച്ഛൻ ആ സൈക്കിൾ വാങ്ങിത്തരുന്നു. അപ്പൊ നിങ്ങളുടെ നീഡ് അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. ആ സൈക്കിൾ നിങ്ങളത് ഓടിച്ച് നിങ്ങളത് എൻജോയ് ചെയ്തു. +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. +1 കഴിഞ്ഞു, +2 +2 അവസാനത്തുമ്പോൾ വീണ്ടും അച്ഛൻ പറയാണ്, നീ +2 ഇതേപോലെ ഫുൾ A+ വാങ്ങുകയാണെങ്കിൽ മറ്റൊരു റൈഡിങ് സൈക്കിൾ വാങ്ങിത്തരാം എന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു മോട്ടിവേറ്റിംഗ് ഘടകമാവില്ല. കാരണം നിങ്ങൾ ആൾറെഡി ആ റൈഡിങ് സൈക്കിൾ എന്താണ്, ആ നീഡ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തതാണ്. അപ്പൊ നിങ്ങൾക്ക് അതൊരു മോട്ടിവേഷൻ ആവില്ല. നിങ്ങളത് എനിക്കിപ്പോൾ ആൾറെഡി അതുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ തരില്ല. അതേസമയം നിങ്ങളോട് അച്ഛൻ പറയുകയാണ് +2 ഫുൾ A+ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഡ്യൂക്ക് ബൈക്ക് വാങ്ങിത്തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തല കുത്തി നിന്ന് പഠിച്ചിട്ടാണെങ്കിലും നിങ്ങൾ +2 എന്ത് ചെയ്യും? ഫുൾ A+ വാങ്ങും. കാരണം അപ്പോൾ നിങ്ങളുടെ ആവശ്യം അവിടെ എന്താണ്? ഒരു ബൈക്ക് റൈഡിങ് ബൈക്കാണ് അവിടെ. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത പരിശ്രമം വരിക. അപ്പൊ ഇതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം. എ സാറ്റിസ്ഫൈഡ് നീഡ് ക്യാൻ നോ ലോങ്ങർ മോട്ടിവേറ്റ് എ പേഴ്സൺ. മൂന്നാമത്തെ പോയിന്റ് നോക്കൂ. ഒരു സാറ്റിസ്ഫൈ ചെയ്ത നീഡ് ഒരിക്കലും ഒരു വ്യക്തിക്ക് എന്തുണ്ടാക്കുന്നില്ല? മോട്ടിവേഷൻ നൽകുന്നില്ല എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ഒരു അൺസാറ്റിസ്ഫൈഡ് നീഡാണ് എന്ത് ചെയ്യുന്നത്? മോട്ടിവേഷൻ കൊടുക്കുക. അപ്പൊ അവിടെ മാനേജേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ എംപ്ലോയീസിന്റെയും അൺസാറ്റിസ്ഫൈഡ് നീഡ് എന്താന്ന് കാണണം. ലോവർ എംപ്ലോയീസിന് എപ്പോഴും ഹയർ പേ, ശമ്പളം കൂട്ടി കിട്ടണം എന്നായിരിക്കും ആഗ്രഹം ഉണ്ടായിരിക്കുക. അപ്പൊ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഹയർ പേ പ്രോമിസ് ചെയ്താൽ മതി. എന്നാൽ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് മുകളിലേക്ക് പോകുന്തോറും ഇപ്പൊ ടോപ്പ് മാനേജ്മെന്റ് സിഇഒക്ക് ശമ്പളം കൂട്ടിത്തരാന്ന് പറഞ്ഞാൽ അയാൾക്ക് അതിൽ എന്തുണ്ടായിരിക്കില്ല? യാതൊരുവിധ മോട്ടിവേഷൻ ഉണ്ടായിരിക്കില്ല. കാരണം അയാൾ ആൾറെഡി എന്താണ്? പേ, ക്യാഷ് അത് കിട്ടി ധാരാളം കിട്ടുന്ന ഒരു വ്യക്തിയായിരിക്കും. നേരെ മറിച്ച് ഒരു ചലഞ്ചിങ് ജോബ് കൊടുത്താലായിരിക്കും ആ സിഇഒ മോട്ടിവേറ്റഡ് ആവുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരു ഒത്തിരി കൂടി ഹയർ എന്താ പറയാ ചലഞ്ചിങ് അല്ലെങ്കിൽ ഒരു റെക്കഗ്നിഷൻ പോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, ഒരു റെക്കഗ്നൈസ്ഡ് പോസ്റ്റ് ഒന്നും കൂടി കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അത് അയാൾക്ക് മോട്ടിവേഷൻ ആയിട്ട് മാറും. ഇതാണ് അബ്രഹാം മാസ്ലോയുടെ തിയറി. എന്ന് വെച്ചാൽ ഹ്യൂമൻ നീഡ്സിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നും ഓരോ ലോവർ ലെവൽ നീഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ ഹയർ ലെവൽ നീഡ് ഉയർന്നു വരൂ എന്നും ഓരോ വ്യക്തിയുടെയും അൺസാറ്റിസ്ഫൈഡ് നീഡ് എന്താന്ന് കണ്ട് അത് പ്രോമിസ് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കാമെന്നും സാറ്റിസ്ഫൈഡ് നീഡ് ഒരിക്കലും ഒരു മോട്ടിവേഷൻ ഫാക്ടർ ആവില്ല, അൺസാറ്റിസ്ഫൈഡ് നീഡ് മാത്രമേ മോട്ടിവേഷൻ ഫാക്ടർ ആവുള്ളൂ എന്നും ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ വ്യക്തിയെയും മോട്ടിവേറ്റ് ചെയ്യാനെന്നും ആണ് ഈ അബ്രഹാം മാസ്ലോ ഈ നീഡ് ഹയറാർക്കി തിയറിയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതാണ് അബ്രഹാം മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറിയുടെ അസംഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻസെന്റീവുകളെ കുറിച്ചാണ്. എംപ്ലോയീസിന് ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റിൽ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ അൺസാറ്റിസ്ഫൈഡ് നീഡ് എന്താണെന്ന് കണ്ടെത്തണം, അത് പ്രോമിസ് ചെയ്യണം. അത് കൊടുക്കുന്ന ഇൻസെന്റീവ്സ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ പറയാനുള്ളത്. നമുക്കത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇത് അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു.